ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു ആദ്യത്തെ ചെറിയ വ്ളോഗാണ്. ഞങ്ങൾ ഇത് സുന്ദരമായ രാമേശ്വരത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തലേദിവസം രാത്രി യാത്ര തിരിച്ചു. പിറ്റേ ദിവസം 5:30 ആയപ്പോൾ അവിടെ എത്തിയ ഉടനെ 5:30 അവിടെ എത്തിയെങ്കിലും ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നല്ല പോലെ പാടുപെട്ടു. അത്രയ്ക്ക് തിരക്കായിരുന്നു. രാവിലെ ആ സമയത്ത് പോലും അവിടെ അത്രയും തിരക്കാണ്. അത്രത്തോളം രാമേശ്വരത്തിൻ്റെ മഹത്വത്തിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്ലേസാണ് രാമേശ്വരം. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പതിയെ നേരെ കടലിലോട്ടാണ് പോയത്. ഞങ്ങൾ റൂമൊന്നും എടുത്തില്ല, അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല. നേരെ കടലിലോട്ട് പോയി കടലെല്ലാം ഒന്ന് കണ്ടിട്ട് ഞങ്ങളുടെ ഹൃത്തിക്കിൻ്റെ അപ്പായും കൂടെ നേരെ കടലിലോട്ട് കുളിക്കാനായിട്ട് പോയി. ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടു. നിറയെ ആൾക്കാർ അവിടെ കുളിക്കാൻ വേണ്ടി ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ രാവിലത്തെ സമയം സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു പയ്യനുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ഞങ്ങൾ പതിയെ അവിടെ സൈഡിൽ കൂടെ നടന്നു. അവിടെ രാവിലത്തെ ഒരു പ്രഭാതത്തിലെ ഒരു സുന്ദരമായ കാഴ്ചകൾ, തട്ടുകടകൾ എല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഒക്കെ വളരെ സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊരു ചൂട് കാപ്പി കുടിച്ചു. പിന്നെ കടലിലെ കാഴ്ചകളൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് കടലിൽ അവർ കുളിച്ചതിന് ശേഷം ഞങ്ങൾ പതിയെ വന്ന് തിരക്കുകൾ വർദ്ധിച്ചു വരികയാണ്. കാരണം അവിടെ കുളിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം പുണ്യമുള്ള ഒരു സംഭവമാണ്. നമ്മൾ രാമേശ്വരത്തിലെ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഒരു പാപം ചെയ്ത വ്യക്തിയായപ്പോലും അവിടെ ചെന്ന് കുളിച്ച് കഴിയുമ്പോൾ അത് മാറുമെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് നമ്മുടെ അമ്പലത്തിൻ്റെ കവാടത്തിന് മുമ്പിലൂടെ ഞങ്ങൾ യാത്ര തിരിച്ച് അവിടെ നമുക്ക് കാണാൻ പറ്റിയ നിറയെ കാഴ്ചകളുണ്ട്. പശുവിന് നമുക്ക് അവിടെയുള്ള ഒരു പുല്ല് കൊടുക്കുന്നത് ഒരു പുണ്യമാണെന്നാണ് പറയുന്നത്. അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേ നിറയെ ആൾക്കാർ അതുകൊണ്ട് നിൽപ്പുണ്ട്. പുല്ലും കൊണ്ട് എല്ലാ തരത്തിലുള്ള രീതിയിലുള്ള ആൾക്കാരും അവിടെ അവരവരുടെ ഉപജീവനമാർഗ്ഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് പിന്നെ അവിടുത്തെ 22 തീർത്ഥക്കുളം എന്ന് പറയുന്നത് ഭയങ്കര മഹത്തായ ഒരു സംഭവം തന്നെയാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പം ആ തീർത്ഥക്കുളത്തിലോട്ട് പോകാനുള്ള ആ സ്ഥലം ഞങ്ങളൊന്ന് കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടം പോലെ കടകൾ ഒക്കെ ആയിട്ട് അവിടെ ഒരു കാഴ്ച തന്നെ ഉണ്ട്. ഞങ്ങളിങ്ങനെ പതിയെ നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നിട്ട് ആ തീർത്ഥക്കുളത്തിലോട്ട് പോകാനുള്ള ക്യൂ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ തിരക്കെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോലും അവിടുത്തെ തിരക്ക് കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. ഈ കാണുന്ന തിരക്കെല്ലാം നമ്മൾ കുളിക്കാൻ പോകുന്നിടത്തോട്ടാണ്. അവിടെ കുളിച്ചിട്ടാണ് നമ്മൾ വീണ്ടും അമ്പലത്തിനകത്ത് കയറി നമുക്ക് തൊഴാൻ പറ്റുന്നത്. അവിടുത്തെ ആ ഒരു പിക്ചറൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ കുളി കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലോട്ട് കയറി. തൊട്ടടുത്തോട്ടുള്ള ഹോട്ടലിൽ കയറി അവിടെ നോക്കിയാൽ അവിടെ അതിൻ്റെ അപ്പുറത്തെ തിരക്ക്. എവിടെ നോക്കിയാലും തിരക്കാണ്. എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ എല്ലാവർക്കും ഭക്തി കൂടി വരികയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തൊഴാനായിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി. നമുക്ക് അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അമ്പലത്തിൽ ഭംഗിയായിട്ട് തൊഴുതിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി ഞങ്ങൾ അവിടെയെല്ലാം ഒന്ന് കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവിടെയൊക്കെ ഒന്ന് ചെറിയ ഫോട്ടോയൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിൽ അങ്ങോട്ട് നീങ്ങി നടന്ന് അതിനുള്ള സെറ്റപ്പൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യാൻ പറ്റത്തില്ല, ആൾക്കാരിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ട് വന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ മാറി ഓരോരോ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആൾക്കാരുടെ തിരക്കും എല്ലാം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നു. അവിടെ നിറയെ ശംഖിൻ്റെ മാലകൾ, പിന്നെ ശംഖിൻ്റെ തോരണങ്ങൾ ഒക്കെ ആയിട്ട് നിറയെ ഐറ്റംസ് ഉണ്ട്. നമുക്കൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അലങ്കരിച്ചിടാൻ പറ്റിയ ഐറ്റംസൊക്കെയാണ്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ധനുഷ്കോടി എന്ന ഒരു സമുച്ചയത്തിലേക്കാണ് പോയത്.
അവിടെ ഞങ്ങൾ എത്തിപ്പെട്ടപ്പോൾ അവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. പക്ഷേ നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചകളും അവിടെ ഉണ്ട്. അത്രയും മനോഹരമായ ഒരു പ്ലേസാണ് അവിടുത്തെ. ആ ഒരു 1964 അവിടുത്തെ ഒരു സുനാമി പോലത്തെ ദുരന്തം വന്ന് അവിടുത്തെ അത്രയും നല്ലൊരു പട്ടണത്തിനെ നാമാവശേഷമാക്കിയ പോലെ ആയിരുന്നു. നല്ലൊരു പള്ളിയുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, അവിടെ പാസ്പോർട്ട് ഓഫീസുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു വിഷമം വരും. അത്രയും നല്ല പ്ലേസ് ആയിരുന്നു അത്. പക്ഷേ ഈ പള്ളിയൊക്കെ വലിയൊരു പള്ളിയാണ്. പക്ഷെ അതൊക്കെ നമുക്ക് അവിടെ ഉള്ളവരോട് ചോദിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ പിന്നെ ചൂട് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ചൂട് അതുപോലെ ചൂടാണ്. ഞങ്ങൾ പിന്നെ അവിടെ ഒരു ചെറിയ കടയിലൊക്കെ കയറി മാലകൾ ശംഖിൻ്റെയൊക്കെ വില ചോദിച്ചു. നമ്മുടെ അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു, അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ അതെല്ലാം കണ്ടിട്ട് ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യാഞ്ഞിട്ട് ഞങ്ങളുടെ കൃത്തിക്കിൻ്റെ ചെരുപ്പും അവിടെ മിസ്സായി. അതുകൊണ്ട് അവനാണെങ്കിൽ ചെരുപ്പിടാതെയും കൂടെ നടന്നത് കൊണ്ട് ഓട്ടമായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഞങ്ങൾ കടയിൽ ചെറിയ പർച്ചേസിങ്ങിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി യാത്ര തുടർന്ന് കുറച്ച് ദൂരം ഇങ്ങ് വന്നുകൊണ്ടിരുന്നു. നല്ല സൈഡ് വ്യൂ ഒക്കെയാണ്. ഭയങ്കര ഒരു ചൂടൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് കാണാൻ. ഇഷ്ടം പോലെ പ്ലേസുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് യാത്രയിലുടനീളം കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാം വണ്ടിയിൽ ഉറക്കമായിരുന്നു. അത്രയും ചൂടിൽ ഞങ്ങൾ വന്നപ്പോഴും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന് വന്ന് നമ്മുടെ വരുന്ന വഴി ഞങ്ങൾ APJ അബ്ദുൽ കലാമിൻ്റെ മ്യൂസിയത്തിൽ ഒന്ന് കയറാൻ ഉള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പം കയറാൻ വിചാരിച്ചതല്ല, പക്ഷേ കൃത്തിക്കിനെ വിചാരിച്ചിട്ട് കയറിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കയറാനായിട്ട് അവിടെ ഇറങ്ങി. ഹലോ ഫ്രണ്ട്സ്, ഇത് പാമ്പം പാലമാണ്. ഒരു അടിപൊളി പ്ലേസാണ്. അതിലൂടെയുള്ള യാത്ര കാണും. ഒത്തിരി പേര് അവിടെ ഇറങ്ങി കാണാനും ഫോട്ടോ എടുക്കാനുമായിട്ടൊക്കെ നിന്ന് കാണുന്നുണ്ട്. പക്ഷേ ഭയങ്കര വെയിലാണ്. അവിടെ അങ്ങ് നിൽക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് കാഴ്ച കാണാൻ നല്ല രസമാണ്, പക്ഷേ നിൽക്കാനുള്ള വെയിൽ കൊണ്ട് അസഹനീയമാണ്. പിന്നീട് ഞങ്ങൾ യാത്ര തുടർന്നു. നല്ല ക്ലൈമറ്റായിരുന്നു. പിന്നീട് കാഴ്ചകൾ കാണണം. അവിടുത്തെ തുറസായ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്, നല്ല കാറ്റാണ്. അങ്ങനെ യാത്രയിലുടനീളം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള സമയം. ഇത് നമ്മുടെ തുറസായ സ്ഥലത്ത് ഈ നിറയെ ഉണ്ടല്ലോ, തമിഴ്നാട്ടിലെ നമുക്കെല്ലാം കാണുന്നതാണല്ലോ അവിടുത്തെ വിൻഡ് മില്ല്. നല്ല രസമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം ഇരുട്ടായിരുന്നുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. കാറിലെല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. പിന്നെ ഞങ്ങളിവിടെ അടുത്ത് പിന്നീട് ഞങ്ങൾ അവിടെ ഒരു ടീ ഷോപ്പ് കണ്ടു. അവിടെ ഇറങ്ങി ഒരു ചൂട് ചായ കുടിച്ചു. അപ്പോൾ വട ഉണ്ടാക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. അപ്പം ഞങ്ങളൊരു ഷോർട്ട്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ചോദിച്ചപ്പോൾ പുള്ളി സന്തോഷത്തോടെ നിന്ന് തന്നു. അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. കടയിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ നമുക്കിവിടെ കിട്ടാത്ത കുറേ സ്വീറ്റ്സൊക്കെ അവിടെ കിട്ടും തമിഴ്നാട്ടിൽ. അതിൽ കുറച്ച് മേടിച്ചിട്ട് ഞങ്ങൾ പതിയെ ഞങ്ങളുടെ യാത്ര തുടർന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. ഞങ്ങളെല്ലാം ഇപ്പോൾ വീട്ടിൽ എത്തി. പിന്നെ എൻ്റെ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്